റോഡ് അടിപൊളിയല്ലേ? നീണ്ടു നേർന്ന് ഇങ്ങനെ കിടക്കാണ്. സ്റ്റൈല് റോഡ്, നല്ലൊരു റോഡ്. പുതിയ പണി കഴിപ്പിച്ചുള്ളൂ തോന്നുന്നുണ്ട്. പിന്നെതാ റോഡിന്റെ അപ്പുറം ഇപ്പുറം അങ്ങോട്ടും അതുപോലെ ഇപ്പുറം ഭാഗത്തൊക്കെ അവിടേക്ക് വീട് കൊട്ടാരന്മാർക്കുള്ള വീടുകളാട്ടോ ഇതിലൊക്കെ ഉള്ളത്. നല്ല രസമുള്ള അടിപൊളി സ്ഥലട്ടോ. ടൗൺ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു ടൗണൊക്കെ അല്ലേ? താഴെ തലയാട് കാണാം. അങ്ങ് ദൂരെ ഒരു മലനിരകളും കാണാം. പിന്നെ പള്ളി ഉണ്ടല്ലേ, വലിയൊരു പള്ളി ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ അവിടെ, എല്ലാ സൗകര്യവും ഉണ്ട്. അങ്ങോട്ടൊക്കെ നോക്കിയാൽ ജാതിത്തോട്ടാണ് കാണുന്നത്. അതിന്റെ നടുക്കാണ്ട് വലിയൊരു വീട്, പമ്പുണ്ട്. നമുക്ക് ഞാൻ മല കയറി അപ്പുറം കിടക്കേണ്ടി വരുമോ? മല കയറേണ്ടി വരും. അതിലൊരു റോഡ് ഇതിൽ നമ്മൾ വന്നിട്ടുണ്ട് ഒരു വട്ടം. ആണ്ട് അങ്ങ് മേലെ കൂടെ വണ്ടി വരുന്നുണ്ടല്ലോ, ആ റോഡിന് നമുക്ക് പോകേണ്ടി. അപ്പൊ നമ്മൾ അവിടേക്കാവും എത്തുക മിക്കവാറും. മല കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ, ക്രിസ്ത്യൻ പള്ളി. അതെ അതെ അതെ. നാളെ ഇറങ്ങി വന്ന ഓർമ്മ ഉണ്ട്. ഈ പള്ളീന്റെ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മള് ഫോട്ടോയൊക്കെ എടുത്തില്ലേന്നോ? ആ റോഡിനാണ് നമുക്ക് പോവാ. പള്ളി കാണിച്ചു. പള്ളി അങ്ങ് മല കണ്ടോ, റോഡ് കണ്ടോ? നല്ല സൈറ്റ് സ്ഥലം കേട്ടോ, നല്ല അടിപൊളി. ചുറ്റിനും മലനിരകളാണ് അല്ലേ? ഓരോരോ പ്രകൃതിന്റെ എന്തോ കൃഷിയാണ്. ഇന്നാളെ എവിടെയോ കണ്ടിട്ടേന്. ഇന്നാളെ ഇതേപോലെ നമ്മളൊരു ട്രാവല് പോയപ്പോ എന്തോ ഒരു സൈസ് കൃഷിയാണ്. എന്തിൻ്റെ അത് മറന്നുപോയി. ഏതായാലും നമുക്ക് അങ്ങനെ ആ കുന്നും ചെരിവുകളൊക്കെ കയറി മറിഞ്ഞിങ്ങനെ പോകാം. ഇതാണ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട വണ്ടി ഇതായിരിക്കുമോ? ഇപ്പൊ കുറച്ച് മുന്നേ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇതേപോലത്തെ വണ്ടി ഇനിയും കുറെ വരുന്നുണ്ട് അതിലെ. ആ കോൺക്രീറ്റ് മിക്സർ പോലത്തെ സാധനം അതിലെങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാം നമുക്ക്. ഈ മലയിൽ കൂടെ പോയിട്ട് അപ്പുറത്തെ മലയിൽ കൂടെ ഇറങ്ങി റൗണ്ട് അടിച്ച് അതിലോട്ട് പോവാണ് അല്ലേ? ഈ മലേന്റെ ഇതുകൊണ്ട് കഴിയാം അപ്പുറത്തേക്ക് എത്തുമ്പോ ആ മലയ്ക്ക് എത്തുമ്പോഴല്ലേ? വളവ്, പെരും വളവ്, നല്ല റോഡ്. പുതിയ റോഡാണ് ഏതായാലും അല്ലേ? സൈഡെല്ലാം ഫുള്ള് കെട്ടി കട്ടെല്ലാം പതിച്ച് റെഡിയാക്കിണ്ടല്ലോ. പണി കഴിച്ചിട്ടുള്ളൂ. അടുത്ത മലയിലോട്ട് കേറി നമ്മള്. മറ്റേ വണ്ടി വരുന്നുണ്ടാകും. ആ ലോറി അല്ലേ? കോൺക്രീറ്റ് മിക്സറാണ്. അങ്ങനത്തെ ഒന്നുകൂടി വരുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടു ഇപ്പൊ വരും ചെലപ്പോ. അതായിരിക്കാ പോയത്. അതാകാൻ ചാൻസ് ഇല്ലല്ലോ. ഞാൻ പറയണ ഇനിയും വരുന്നുണ്ട്. സാധ്യത കുറവാണ്. എനിക്ക് തോന്നിയതായിരിക്കും. ആയിരിക്കോ? റോഡിന് വരയിട്ട് പോണ്ട്. ഇങ്ങനെയാണ് അവരാക്കുന്നത് അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് എന്ത് രസോ അല്ലേ? മഴക്കാറ് പിടിച്ചത് കറുത്തിരണ്ടാണ്ടേ. മണ്ണിടിയുണ്ട് അതല്ലേ? ഫുള്ള് ഇടിയുണ്ട് അവിടെ. മഴക്കാലത്ത് കുറച്ച് ഇടിയും പിന്നെ അത് ക്ലിയർ ആവും. പിന്നെ രണ്ടിടിച്ചിലൊക്കെ ഇടിയുമ്പോഴത്തേന് പിന്നെ അത് ക്ലിയർ ആവും. ആ ഒരു സാധനം. വണ്ടി വരുന്നത് കാണൂലേ? ഇപ്പത്തെ വണ്ടിയാണ്. ഞാൻ പറഞ്ഞ വണ്ടിയുടെ മേലെ നിർത്തിയിട്ടുണ്ട്. ഈ വളവ് കയറുമ്പോ കാണാം. അങ്ങ് താഴെ നോക്കി ആ പള്ളിയെല്ലാം കാണാം. ഡ്രോണൊക്കെ ഇട്ട് ഇങ്ങനെ പറത്തിരിക്കണല്ലേ? ഇറങ്ങി കാണിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ വളവാണ്, സ്ഥലല്ല. കണ്ട വണ്ടി 26-ാം മൈൽ. ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി. താഴോട്ട് കാണാം. ചായ കുടിയാണ്.
നമ്മള് കയറി വന്ന റോഡാണ് ആ അങ്ങനെ താഴോട്ട് ഫുള്ള് കാണാം. താഴെ ആണ്ട് നമ്മൾ കയറി വന്ന റോഡ് അങ്ങാടി കാണിച്ചു കൊടുത്ത് അങ്ങാടി കാണുന്നുണ്ടല്ലേ? അങ്ങാടി കാണുന്നുണ്ട്. അണ്ട് കണ്ടോ അങ്ങനെ കാണുന്നു. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. എത്രയോ ദൂരം. എത്ര മേലെ നമ്മള് നിക്കണത്. ഇവിടെയൊക്കെ നിർത്തണോ? ഫുള്ള് കാണട്ടോ. അങ്ങ് ദൂര പ്രദേശം മൊത്തം കാണാം നമുക്ക്. നമ്മള് വന്ന വഴി വേണ്ട അങ്ങ് ആ പള്ളീന്റെ അതിലൊക്കെ വണ്ടി കയറി വരുന്നുണ്ട്. ഇനി ഫുള്ള് ഹൈറ്റിനാണ്. പക്ഷെ നമ്മള് വേറെ കാര്യം നമ്മള് മറ്റേ മാപ്പ് ഇട്ടിട്ട് പോരുമ്പോ മാപ്പ് ഇട്ട് അങ്ങനെ പോകാറില്ല. ചിലപ്പോ ഈ ഒരു ഏത് റൂട്ടെന്ന് നമുക്ക് ചിലപ്പോ മനസ്സിലാകലുണ്ടാവില്ല. ഇതെങ്ങനെ ആയി വന്നാല് പിന്നെ മഴക്കാലത്ത് ഡേഞ്ചറാണ്. ഈ വീഡിയോകളൊക്കെ ഇങ്ങനെ കാണുന്നില്ല, മണ്ണ് ഇടിഞ്ഞിങ്ങനെ വരുന്നേ വണ്ടികൾ പോകുമ്പോ. കോഴിക്കോടിന് പോണല്ലേ? കോഴിക്കോടിന് ഇതൊക്കെ കെട്ടൊക്കെ അടിപൊളി കെട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. തോട്ടപ്പയർ നിറഞ്ഞൂടെ പച്ചപ്പായി. ഈ തോട്ടപ്പയർ ഇട്ട വേറെ കാര്യമുണ്ട്, വേറെ കാട് കയറുകയല്ല, അതങ്ങനെ പൊതഞ്ഞു കടന്നു പോകും. നല്ല മഴക്കാറ് കയറുന്നുണ്ടല്ലേ? ഇപ്പൊ പെയ്യും, നല്ലൊരു മഴ ഇപ്പൊ പെയ്യും. അങ്ങനെയൊക്കെയാണ്ട് 11 മണിക്ക് എത്തുന്നിട്ട് ഞാൻ പറഞ്ഞത്. 10:54 ഞാൻ 1.5 മണിക്കൂറാൻ കണക്കൂട്ടെ, പക്ഷെ 2 മണിക്കൂറുണ്ടോ. നമുക്ക് അങ്ങനെ എത്തണ്ടേ? അങ്ങനെ നമ്മള് ഏത് താഴെ കല്ലാട് അല്ലേ? കല്ലാടെന്നല്ലേ നമ്മള് കല്ലാടൊക്കെ എവിടെ നമ്മള് കേറി? അങ്ങനെ എന്തോ പേരാണ്, മറന്നുപോയി. ഇങ്ങോട്ട് എത്തിയപ്പോത്തേന് ഇവിടെ ഒരു കുരിശുപള്ളി ഉണ്ടല്ലോ. കുരിശുപള്ളി അല്ല, അല്ലാത്ത പള്ളി തന്നെ അല്ലേ? ഇനി അടുത്ത മല കയറി ഇനി ആ മല ഇറങ്ങാണ്. അപ്പുറത്ത് നല്ല ഡാം എന്താ സാധനം. അവിടെയോ? അടഞ്ഞ് ഇവിടുന്ന് കാണായിരിക്കും ഇല്ലേ? കണ്ടോ കണ്ടോ കണ്ടു 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 കണ്ടോ കണ്ടു. റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. റോഡ് സെറ്റപ്പ് ആയിക്കൊണ്ട് കുടിച്ച അവിടെ ഇന്റർലോക്ക് കണ്ടു. പുഴയത് അത് പുഴയാണോ? ഡാമോ? ചിലപ്പോ ഡാമാവും, ചിലപ്പോ പുഴയാവും, എന്താണാവോ. അങ്ങാണ് ഏതായാലും നല്ല വളവും തിരിവൊക്കെ കേട്ടോ. വരുമ്പോ നോക്കി കണ്ടു പോകുന്നില്ലെങ്കിൽ പിസ്ത, ചോക്ലേറ്റ്, സപ്പോട്ട, ബ്ലൂബെറി, പേരക്ക, ബസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു ബസ്സല്ലേ പോയിട്ടുള്ളു, കൂരാച്ചുണ്ട്, താമരശ്ശേരി. അത് കൂരാച്ചുണ്ടിന് പോകുകയാണോ വരികയാണോ? കൂരാച്ചുണ്ടിന്ന് വരിക താമരശ്ശേരിയിലോട്ട് പോകണം. എന്താണ് 2-3-4 നേരം ഉണ്ടല്ലോ അത്. റിസോർട്ടല്ല അതിന് പറയുന്നത്. റിസോർട്ടാണോ അത്? വേറെന്താണ്? ഹോം സ്റ്റേ. ഈ സൈഡിലൊക്കെ കൈവരികളൊക്കെ വെക്കണല്ലേ, അല്ലെങ്കിൽ അതൊക്കെ ഞാൻ ആവുമായിരിക്കും. ഇനിയിപ്പോ അതൊക്കെ ആയിരിക്കും. അങ്ങല്ലേ പുഴയാണ് അവിടെയാണ് ഡാം. വളവും തിരിവും നല്ല വളഞ്ഞു തിരിഞ്ഞുള്ള റോഡാ. കലിങ്കിന്റെ പണി എല്ലാം ഇപ്പൊ പണി കഴിച്ചിട്ടുള്ളൂ കേട്ടോ. സംഭവം അവിടെയൊക്കെ കെട്ടിണ്ടല്ലേ. മണ്ണിടിയാൻ നല്ല സാധ്യത ഉണ്ട് അത് ഈ റോഡിന്. അങ്ങോട്ടൊക്കെ ഫുള്ള് കൊക്കാണ്. അവിടെ നോക്കുമ്പോ തന്നെ പേടിയാകുക. താഴെ എന്താ തെങ്ങും തോട്ടോ കവുങ്ങും തോട്ടോ റബ്ബറൊക്കെ ഉണ്ട്. ഇതൊക്കെ റബ്ബറാണ്. തെങ്ങും തോട്ടം കണ്ടോ? അങ്ങ് ദൂരായിട്ടെല്ലാം കാണാം ഫുള്ള്. ഇതവിടെ നല്ലൊരു വീടുണ്ടല്ലോ, ചെറിയൊരു വീട് അല്ലേ? കൃഷി റബ്ബറും തെങ്ങൊക്കെ ഇവിടുത്തെ കൃഷി. അങ്ങ് ദൂരെ കണ്ടോ വിശാലമായി കിടക്കണ്. താഴത്തേക്ക് നോക്കുമ്പോ പേടിയാവുക. കണ്ടോ ദുനിയാവ് കിടക്കണ കോലം കണ്ടെങ്കിൽ എന്താ സ്റ്റൈല്. അതാണ് പുഴയാണ് നമ്മൾ നേരത്തെ കണ്ടതാണത്. പാറ കണ്ടോ? അടിപൊളി റൂട്ടാണല്ലോ.
കാണാൻ നല്ല വൈബ് കാഴ്ച ഉള്ളൊരു നല്ല രസമുള്ളൊരു റൂട്ടാണ്. പക്ഷെ അങ്ങ് നോക്കിയാൽ മഴ പിടിച്ച് വരുന്നുണ്ടോ? കാഴ്ച കഴിഞ്ഞോ? കാണൂല ഇനി ചക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. താഴെ എത്തി നമ്മളില്ലേ? ചെവി അടഞ്ഞു. ഇവിടുന്ന് എങ്ങട്ടാ? രണ്ട് ഇടത്തോട്ടാ പോകണ്ടേ, രണ്ട് റോഡുണ്ട്. വണ്ടിക്കാർക്ക് പാളി, അവരെങ്ങോട്ടാ പോകണ്ടേന്ന് ആലോചിക്ക. ആ ചായക്കട ഉണ്ട്, ചായ കുടിച്ചൊന്ന് ആലോചിച്ചിട്ടൊക്കെ ഇരുന്ന് പോട്ടെ. കള്ള് ഷാപ്പാണ്. ആണോ? സംഭവം കോൺവെന്റ് ആണോ? കോൺവെന്റ്. അങ്ങനെ താഴെ എത്തി. ആ ടോപ്പിലൊക്കെ ഏറ്റവും മേലെ ആ ടോപ്പിലൊക്കെ വീട് വെക്കുമ്പോ മഴ പെയ്ത് വരുന്ന കാണാൻ നല്ല രസമുണ്ടാവും. നല്ല പേടി ഉണ്ടാവും. ഇപ്പൊ പിന്നെ കൊറേ വീടുകളായി ഇങ്ങോട്ടൊക്കെ കണ്ടില്ലേ? ഇവിടെയൊക്കെ വീടുകളുണ്ട് ഇഷ്ടം പോലെ. അങ്ങോട്ടും ഉണ്ട്, ഇതിലെല്ലാം വീടായി, ജനവാസ കേന്ദ്രമായി മാറി. ഇവിടെ റബ്ബർ കൃഷിയാണ് മെയിനിലെ. ചില ഏരിയകളിൽ മാത്രമേ നമ്മൾ ഈ കവുങ്ങും സംഭവങ്ങളും കണ്ടിട്ടുള്ളൂ. മഴയ്ക്ക് മുന്നേ നമ്മളെ വീഡിയോ എടുക്കലൊന്നും തീർന്നു കിട്ടിയാൽ മതിയെന്നു അല്ലേ? അത് പെട്ടെന്ന് തീരും. കവുങ്ങുന്തോട്ടം ഉണ്ട് ഇവിടെ, ചെറിയ തൈകളാണ്. താഴൊക്കെ അടിപൊളി ഒരു വീടാണോ റിസോർട്ടാണോ? ആ ഹോം സ്റ്റേ എന്തോ ആണ്. റിസോർട്ട് എന്തോ ആണ് അല്ലേ? അത് കുറച്ചുകൂടി മേലാണെങ്കിൽ അല്ല കുറച്ചുകൂടി പൊളി ഹൈറ്റില് വരുമായിരിക്കില്ല. റോഡ് പണിയൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളു. അപ്പൊ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് തുടങ്ങും. ഇവിടെ എത്തിയോ? ഇതിപ്പോ എവിടെയാ? റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. കക്കയം ഡാം 5 കിലോമീറ്റർ. പുഴയാണ് നമ്മൾ അവിടുന്ന് കണ്ടത്. പുഴയാണ് നമ്മൾ അവിടുന്ന് കണ്ടത് മേലെ. അതന്നെ അല്ലേ? അതന്നെ. ഇത് ഇവിടുന്ന് കാണുന്നല്ല ലുക്ക്, മേലെന്ന് കാണുന്നതാണ്. പുഴയാണോ തടാകമാണോ എന്തും പറയാം. മലയുടെ താഴ്വാരം. മഴ പെയ്ത് തുടങ്ങിട്ടോ, തുള്ളി തുള്ളി ഇട്ടു. വണ്ടീന്റെ ഗ്ലാസ് മേലൊക്കെ തുള്ളി തുള്ളി. അവിടെ എന്താ മീൻ വളർത്തുന്നതിന്റെ ആണോ? മീൻ വളർത്തുന്ന എന്താ ആദ്യം പ്രധാന എന്താണ്? മീൻ കൃഷി. മീനാണോ ചെമ്മീൻ്റെ ആണോ? ചെമ്മീനൊന്നുമല്ല, ഒന്നും പെടണ്ടല്ലോ. ചെമ്മീനാണ്. ആണോ? മീനോ ചെമ്മീൻ എന്തോണോ? മീൻ എന്നാണ്ട് അതിന്റെ ഇതാണ്ടേ ഇവിടെ മീനിന്റെ ഇതുണ്ടാക്കി ഫിഷ് സീഡ് കുഞ്ഞുങ്ങളെ വിൽക്കോടെ ആയിരിക്കും. അപ്പൊ അതാണ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളെത്തിയത് ഊരാച്ചുണ്ടിലേക്ക്. ഊരാച്ചുണ്ടാണത്? ചേട്ടായി പറഞ്ഞല്ലേ? ഇവിടെ നമ്മള് നിർത്തിയിട്ടുണ്ട് നാളെ ഇറച്ചി വാങ്ങാൻ. പൊന്നാംകുടം കല്ലാനോട്. പന്നിയിറച്ചി വാങ്ങി അവിടുന്നല്ലേ? പന്നിയിറച്ചി വാങ്ങണ ഒരു കിലോ മേടിക്കുന്നു. മേടിക്ക് പറഞ്ഞേന്ന്. നോക്കാം, തിരിച്ചു വരുമ്പോ വാങ്ങട്ടോ. കല്ലാനോട്. ഇന്നാളെ നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുപോയ കറിയില്ലേ? പള്ളി ഉണ്ടാവും, സ്കൂളുണ്ടാവും. വലിയ സ്കൂളല്ലത്? ചർച്ച്. അവിടെ വലിയൊരു ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അവിടെ ഇടത്തെ സൈഡിലായിരിക്കും പള്ളി. അല്ല, അത് സ്കൂളാണ്. സെക്കൻഡറി സ്കൂളാണ്. സംഭവം മഴ പെയ്യാൻ തുടങ്ങിട്ടോ, ചാറി തുടങ്ങി. കാലാവസ്ഥ മാറി ഇങ്ങോട്ട് വന്നപ്പോ. ഇങ്ങോട്ടത്തിയപ്പോ മാറി പെയ്യാൻ തുടങ്ങി. കണ്ടോ? അല്ല അങ്ങനെ പെയ്യാൻ തുടങ്ങിട്ടോ.
നിങ്ങൾ അങ്ങോട്ടൊക്കെ മഴയൊക്കെ ഉണ്ടോ? എല്ലാവരും കമന്റ് ചെയ്യട്ടോ. നമ്മളവിടെയൊക്കെ പെരുമഴയാണ്. പെരുമഴ പറഞ്ഞാൽ രാവിലെ ഒരു ഉച്ച വരെ കുറച്ചു നേരം വലിയ കുഴപ്പമില്ല, പിന്നെ മഴ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു 4 മണിക്ക് ആകുമ്പോൾ തുടങ്ങിയ മഴ കേട്ടോ, 4-5 മണിക്കാകുമ്പോൾ. പിന്നെ രാത്രി കുറച്ചു നേരം ഒരു തോർച്ചുണ്ട്, പിന്നെ ഫുള്ള് നേരം വെളുക്കണ വരെ മഴ. മിഞ്ഞാന്നൊക്കെ ഞങ്ങള് വീട്ടിലേന്ന് മമ്മീൻ്റെ അടുത്ത്. പിന്നെ മമ്മി ഞങ്ങളെ താഴെ കൊണ്ടുവിട്ടേക്കുക രാത്രി. മഴയായിട്ട് ഞങ്ങൾ പോയില്ലേന്ന്, ഇടിയും മിന്നലും. പിന്നെ രാത്രിയായി നിന്നപ്പോ ഞങ്ങൾ പിന്നെ ചോറിനാൻ പോയി. താഴല്ലേന്നോ, ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് മമ്മീൻ്റെ അടുത്ത് ഇരിക്കാൻ പോയി. അങ്ങോട്ടൊക്കെയാണ് വീടുകൾ. ഇവിടെയൊക്കെ ഫുള്ള് കൃഷിക്കാരല്ലേ, കർഷകരായ ഏരിയ ആണ്. ഇവിടെ വാഴ, കപ്പ, എന്തൊക്കെയാണ്. ഇതെന്താ ഇവിടെ ഫ്ലാറ്റോ അപ്പാർട്ട്മെന്റ് ആണ്. അവിടെയുണ്ട് വീട്. ആ വീടിന്റെ കണ്ടില്ലേ ഫുള്ള്. ഈ ഒരു ചുറ്റുപാട് മൊത്തം കൃഷിക്കാരാണ്. ഇതൊക്കെ എന്താ രസം, ഇല്ലം സ്റ്റൈലിലൊരു വീട്. അങ്ങനത്തെ ഒരു വീടാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കുറെ സ്ഥലം വേണം അല്ലേ? തേങ്ങയൊക്കെയാണ്ട് ലോഡ് കണക്കിന് പോകുന്നു. കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വരും സ്ഥലത്ത് അവിടെ എത്തിക്കഴിഞ്ഞാലേ. ഇനിയിപ്പോ നമ്മളെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും വീഡിയോ എടുക്കാൻ പോകുമ്പോ. പണ്ടും ഇങ്ങനെ തന്നെ അല്ലേ, വീഡിയോ എടുക്കാൻ പോകുമ്പോ അങ്ങോട്ട് തുടങ്ങും മഴ. അല്ലാത്തപ്പോ മഴ ഉണ്ടാവില്ല അല്ലേ? ചെറിയ മഴയൊക്കെ പിന്നെ നമ്മള് കുട ചൂടിയിട്ടെടുക്കും. അങ്ങനെ നമ്മള് താഴെ കല്ലാനോട് അവിടുന്നല്ലേ കയറി വന്ന ആ പള്ളി. ഇടയ്ക്ക് മഴ പോവും, ഇടയ്ക്ക് മഴ വരും. കാറ്റ് കൊണ്ടുപോയോ മഴേനെ? ഇങ്ങോട്ട് എത്തിയിട്ടില്ല, മഴ പോയി. ഇവിടെ ഒരു തെങ്ങും തോട്ടത്തിന്റെ ഏരിയ ആണ്. ഒരു തോടൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഇപ്പൊ എവിടെയോ എത്തിയിട്ടുണ്ട്. കുറച്ചൊരു ഉള്ളേരിയ പോലെ ആയില്ലേ, നിറയെ വീടുകളൊക്കെ ആയി. പള്ളിയാണ്. ഇരുണ്ട് മൂടി ഇപ്പൊ. ഇവിടെ ഉള്ളൊരു മഴ ഇപ്പൊ പെയ്യൊന്നും പറഞ്ഞ് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാത്തിക്കാവും മഴക്കില്ലേ. എല്ലാരും പീടിയന്റെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ജാതിക്കൊക്കെ ആയല്ലോ ഇതിലൊക്കെ. ജാതിക്കേന്റെ സീസണാണ് ഇപ്പൊ അല്ലേ? പുല്ലൊയ്ക്ക് നല്ല പച്ചപ്പുല്ല്. പശുവിനൊക്കെ വളർത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖം, കൊണ്ടുവന്ന് അഴിച്ചാണ്ട് കെട്ടിയാൽ മതി. അത് താമസല്ല, പഴയ വീടാ. എവിടെ എത്തിയൊരു ഐഡിയ ഇല്ല. ഇത് കൂരാച്ചുണ്ടാണ്. കൂരാച്ചുണ്ട് പിയോ ആണ്. അവിടെ എന്തോ ഒരു സംഭവം കണ്ടോ? അവിടെ ചെങ്ങായിന്റെ വീട് ഇവിടെ ഉണ്ട്. അജയ് ജോർജ്. ഇവിടെയോ? വിളിക്കാൻ നേരല്ല, കർണാടകയിലായിരിക്കും. ഇപ്പൊ ഇഷ്ടംപോലെ വീടുകളുള്ളൊരു ഏരിയ കൂടെ ഇങ്ങനെ പോവാ. ടൗൺ എത്തിയോ? ചെറിയ ഒരു മിനി ടൗൺ ആണോ അതോ വലിയ ടൗൺ ആണോ? ഇത് കൂരാച്ചുണ്ടാണ് കേട്ടോ. ചെറിയ ടൗൺ അല്ലേ?
മിനി ടൗൺ അല്ലേ സംഭവം കണ്ണടകളൊക്കെ ഉണ്ട്. സംഭവം ഇങ്ങനെ ഉള്ളേരെ കൂടെ ഒക്കെ പോരുമ്പോ നല്ല രസല്ലേ. അങ്ങോട്ടൊക്കെയാണ് ഇഷ്ടംപോലെ ഓട്ടോ എല്ലാം ഉണ്ട്. അയ്യോ പിന്നെ അതിന്റെ പള്ളിയാണോ? പള്ളി സ്കൂള് സംഭവങ്ങളൊക്കെയാണ് അവിടെ. ഓ ഇരുണ്ട് മൂടിട്ടോ വേറൊരു ഇതായി. ഇത്രയും നേരം നമുക്ക് നല്ല ക്ലിയർ ഉണ്ടായിരുന്നു വീഡിയോക്കാണേലും. അവിടെ അല്ലേ അത് ഞാൻ കണ്ടു. അതിന്റെ ഫ്രണ്ട് കിട്ടൂല നമുക്ക്. പിന്നെ ഷോപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഓ ആ കടയിൽ നിങ്ങൾ നോക്കുക, അവിടെ ചുമപ്പ് കളർ ടോപ്പ്. എന്റെ ഫേവറേറ്റ് ആണ് ചുമപ്പ്. ഇഷ്ടം പോലെ വണ്ടി പാർക്ക് മൂപ്പരാണ്ട് ഇറച്ചിയൊക്കെ വാങ്ങിപ്പോണ്ട്. എന്തോ പരിപാടി ഉണ്ട് കേട്ടോ മൂപ്പരോടെ. അവിടെ നല്ലൊരു മീൻ കടയൊക്കെ ഉണ്ട്, മീൻ മാർക്കറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഓട്ടോകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ ആട്ടോ. അത്ര ചെറിയ മിനി ടൗൺ ഒന്നും അല്ലത്. ബേക്കറി കടകളുണ്ട്. വണ്ടികൾ ഫുള്ള് പാർക്ക് ചെയ്ത് റോഡിലാണ്. എല്ലാരും മീൻ മേടിക്കുന്ന തിരക്കാണ്. എല്ലാ വക മീനും ഉണ്ട്. ഊരാച്ചുണ്ട് ഇടത്തോട്ട് പേരാമ്പ്ര. റോഡൊക്കെ കയ്യേറിയണം. റോഡ് വീതി കുറവില്ലേ? ചെറിയ റോഡാ. ഒരു ബസ്സും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാനും പറ്റില്ല. പന്നിയിറച്ചി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. തിരിച്ചു പോകുമ്പോ കിട്ടിയാൽ മതിയെന്ന്. വൈകുന്നേരം ആയാൽ കിട്ടൂല. ഇഷ്ടം പോലെ ഉണ്ടാവും. ഇഷ്ടം പോലെ ഫാമുകൾ ഉണ്ടാവൂലേ. കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷനാണ്. ഞാൻ ആദ്യമായിട്ട് വരാട്ടത് ഇതിലിങ്ങനെ കാണുന്നത്. മൊത്തത്തിൽ ഇരുണ്ട് മൂടിയില്ല ഇവിടെ. മൊത്തം പെരുമഴയാകുമോ? മഴക്കാലം തുടങ്ങിയ മാതിരിക്കായല്ലോ. ഇക്കൊല്ലം നേരത്തെ മഴ കേട്ടോ. മെയ് 19 കൊല്ലം മിക്കവാറും ഒരു അല്ല ഈ ടൈം ആകുമ്പോഴത്തേനും എല്ലാ കൊല്ലം ഇങ്ങനെ തന്നെയാണ്. പണ്ടൊക്കെ നമ്മള് പ്ലാസ്റ്റിക് ഇടുന്ന തിരക്കിൽ നമ്മള് തോട്ടത്തിൽ നിന്ന് പകുതിയാക്കിട്ടാണ്ടൊക്കെ പോകലല്ലേന്നോ. ഈ ടൈമിൽ തന്നെ മെയ് ആദ്യത്തെ ആഴ്ച തന്നെ തുടങ്ങലുണ്ട്. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് തന്നെ 10, 12, 15 ആകുമ്പോഴത്തേനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വണ്ടിക്ക് എന്താ ഒഴിവാക്കിട്ടതാ ചെറിയൊരു കാറ്. ഇതിപ്പോ വേറെ ഇതും കൂരാച്ചുണ്ട് തന്നെയാണ്. അതിന്റെ ബാക്കി തന്നെയാണല്ലേ. കൊറേ ദൂരമുണ്ട്. ആക്രിക്കട. ഓ വീടൊക്കെ വാവുമായിട്ടുള്ള വീടുകളാണ്. പാളൊന്നുമില്ല. കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോ എടുക്കാൻ ടൈം കൂടുതൽ എടുക്കുക. മഴ പെയ്യാഞ്ഞാ മതിയെന്ന്. എവിടെ നേട്ടാ നോക്കട്ടെ.